മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് പ്രണയവും അഹങ്കാരവും പൊങ്ങച്ചവുമൊക്കെ. ഇതൊന്നും ഇല്ലാതെ ജനിക്കാൻ എന്റെ കഥയിലെ നായകന്മാർ അത്ര പുണ്യാളന്മാരൊന്നുമല്ല. ഇവർക്കിടയിലേക്ക് സുന്ദരിയായ ഒരു പെൺകുട്ടി കൂടി വന്നാലോ? അളിയ, അവൾ എന്നെ തന്നെയല്ലേ നോക്കുന്നത്? ബാക്കി കഥ സ്ക്രീനിൽ. ആളെ നിനക്കറിയാലോ, ഇന്ന് തന്നെ വേണം കേട്ടോ. Are you ready for this? Hey, yo, listen, it's going down just like this. That's right. ഗഡിയെ, മതിലും ചേരുന്നാ മതിയോടെ. ഒന്ന് പോടാ.
നിന്റെ മറ്റോട് പോണോ? നമുക്കൊരു പണി കൊടുത്താലാ? ഇന്നലെ സ്കൂട്ടിയിൽ നിന്ന് വീണിട്ട് നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഇല്ലടി, ഒന്നും പറ്റിയില്ല. പിന്നെ നീ അറിഞ്ഞോടി, നമ്മുടെ ആ പയ്യനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ആണോ? എന്നാലും എന്തിനാ ഇവന്മാർ അങ്ങനെ ചെയ്തേ? അവന് 1000 കൊടുത്തേ, മറ്റൊന്നും കൊടുക്കണ്ടെന്നല്ലടാ പറഞ്ഞേ. ശരി, ബാക്കി വന്നിട്ടാകാം. എന്തുവാടാ എപ്പോ നോക്കിയാലും മൊബൈലും പിടിച്ച്? ആ, കാൻസാവായിരുന്നടാ. നിന്റെ ബിസിനസ്സൊക്കെ എങ്ങനെ പോണോ? സമാധാനായല്ലോ അവളെ എണീറ്റ് പോയപ്പോ. നാളെ എന്താ പരിപാടി? കഴിഞ്ഞിട്ടല്ലേ നാളെ. എന്നാ വേണ്ട. എനിക്ക് ആ ക്ലാസ്സിലേക്ക് പോകുന്നത് തന്നെ വെറുപ്പാ. എന്ത് വൃത്തിയുടെ പെരുമാറ്റം അവന്മാരുടെ. മോർണിംഗ് സർ. ഇതെങ്ങനെ ചെയ്ത? എങ്ങനെ ഉണ്ടംപൊരി എടുത്തോണ്ട് പോടാ. അവൻ്റെ ഒരു ചോദ്യം. ഗുഡ് മോർണിംഗ് സർ. കഴുത്തിന്ന് വിട്. ഒരു 11 കൊല്ലൂടാ നിന്നെ. കഴുത്തിന്ന് വിടാ. വേന എടുക്കണം. കഴുത്തിന്ന് വിടാൻ. ഗെറ്റ് ഔട്ട്. പുറത്തേക്ക് വേണം ശരിയാക്കിയാൽ. പിന്നെ നീ പുറത്തേക്ക് വന്നപ്പോ നല്ല ഓക്കെ ഗൈസ്. നിക്കടി, ഞാനും വരുന്നു. അലിയ, അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെങ്ങനെയെങ്കിലും അവളോട് പറയണം. നീ അപ്പൊ ഇതുവരെ അവളോട് പറഞ്ഞില്ലേ? ഏയ് പറ്റിയില്ലടാ. മുടുക്കൻ. നാളെ തന്നെ അവളോട് അങ്ങോട്ട് പറയണം. നോക്കണ്ട, അവന്മാര് കോളേജിൽ തുടങ്ങിയിട്ടുണ്ട് കള്ളുകൂടി. സനീഷ എണീക്കടാ. സനീഷേ, സനീഷ എണീക്കടാ. ഡാ, സനീഷ എണീക്ക്. എണീക്കടാ. എന്ത് പറ്റി? എന്ത് പറ്റിയെടാ? കണ്ണൂർക്ക്. സനീഷ എണീക്കടാ. സനീഷ കണ്ണൂർക്കടാ. സനീഷ എണീക്കടാ. എന്ത് പറ്റി എനിക്ക്? കണ്ണൂർക്ക്. പിടിക്ക് വാ. സനീഷ കണ്ണൂർക്ക്. സനീഷ എണീക്കാൻ.
രജനി, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. കുറേ നാളായി പറയണമെന്ന് വിചാരിച്ചിട്ട്. എനിക്ക് നിന്നെ ഇഷ്ടം. എനിക്കും എന്നെ ഇഷ്ടമെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമാണെന്നു അത് നീ സ്വയം തീരുമാനിച്ചാൽ മതിയോ? അല്ലെങ്കിൽ നിന്നെയും നിന്റെ ഫ്രണ്ട്സിനെയും എങ്ങനെ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുക? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? പിന്നല്ലാതെ, ഒരുത്തൻ റൗഡിയും പലിശക്കാരനും, മറ്റവനാണേൽ റിച്ച് ആൻഡ് പൊങ്ങി. നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. ആളെ നിനക്കറിയാലോ, ഇന്ന് തന്നെ വേണം കേട്ടോ. ശരി ചേട്ടാ. എന്താടാ നീ കലിപ്പിച്ച് നോക്കുന്നത്? ആ അളിയാ, വാങ്ങിച്ചുകൊണ്ട് മാത്രം പോയാൽ പോരാ, ഇതിലൂടെയൊക്കെ ഒന്ന് വായിക്കണം. എന്താടാ അവന്മാരായിട്ട് ഇടപാട്? ഒന്നുമില്ലടാ, അവൻ്റെ അനിയനി ഓക്കെ ചിക്ക് കൊടുക്കാൻ പറഞ്ഞു. നീ എന്തിനാ ഇതൊക്കെ ഏറ്റുപിടിക്കാൻ പോണേ? അവന്മാർ മഹാ ഉടായപ്പടാ, വെറുതെ പണക്കണ്ട. കിടന്നുരുളാണ്ട, നിനക്ക് പേടിയാണെങ്കിൽ അത് പറഞ്ഞാ പോരാ. ഏയ്, അവന് പേടിയൊന്നുമില്ല. ഉണ്ടോ? ഏയ് ഡാ അതിങ്ങ് തന്നെ നോക്കട്ടെ. ഇതെന്നിട്ടത് ക്രിക്കറ്റ് കളിക്കുന്ന സാധനം? ഏയ് അല്ലടാ, ഇത് വേറെന്തോ കളിക്കുന്ന സാധനം. എന്താടാ സൗണ്ട്? ഏയ് ഒന്നുമില്ലടാ. ആ കുരിശായാലോ കോപ്പ് ഒന്നും കാണാനില്ലല്ലോ. എന്നിട്ടൊരു സാധനമില്ലേ ഇവിടെ കോപ്പ്? എന്നിട്ടെങ്കിലും കാണണ്ട അവിടെ. എന്നിട്ട് ഒന്നും. ഓ ഇതെങ്കിലും കിട്ടി, ഭാഗ്യം. നിൽക്കാവോ? നിൽക്കുന്നു തോന്നണോ? നിൽക്കൂലേ? ഓ ആശ്വാസായി. ഇരിക്കട്ടെ. ഭംഗിയായി ഇരുന്നോട്ടെ. എന്തുവാടേ കൊറേ നേരം ആയല്ലോ. ഓ ഇന്നലെ കഴിച്ച സാധനമാ. എന്ത് കഴിച്ചു? ഷവർമ്മ. ഓ ഇപ്പൊ തന്നെ ഒരു ഗ്യാസ് കുറ്റി ഇറക്കാനുള്ളതായി. ഓ ഇനി എനിക്ക് ഇരിക്കാൻ വയ്യ, ഓ, ഞാൻ പോടെ പോവാ. പോ. യോ, ആ ഓക്കെ ചിക്ക് തന്നാണ്. ഡാ തുറക്കടാ, ഡാ തുറക്കടാ, എടാ തുറക്കടാ, എനിക്ക് എക്സാം ഉണ്ടടാ. എടാ തുറക്കടാ, പന്നി തുറക്കടാ, ഡാ ഡാ തുറക്കടാ. ആടാ, ഇനി പതുക്കെ വന്നാ മതി. ഈ ആഴ്ച കളിക്കോ താടാ, പ്ലീസ് താടാ, ഒന്ന് താടാ പ്ലീസ്. ഉറപ്പായിട്ട് നാളെ തരാടാ, പ്ലീസ് താടാ, ഒന്ന് താടാ പ്ലീസ്, പ്ലീസ് താടാ. ശോ, അവനൊരു 1000 കൊടുത്തേരെ. ശരി അണ്ണാ, അപ്പോ ഷാജിക്ക് എത്ര മണി കൊടുക്കണ്ടേ? ഒന്നും കൊടുക്കണ്ട. അത് പിന്നെ കൊടുക്കണ്ടെന്നല്ലടാ പറഞ്ഞേ. ശരി അണ്ണാ. ഛേ, ഒരെണ്ണം എന്താടാ? എന്താടാ ഡാ, കഴുത്തിന്ന് തരില്ലടാ. ഡാ, വിടറാ. ഒരു വിടും, വിടാം. നീ ഇന്നലെ സാറിനെ തല്ലാൻ പോയേ? ഞാൻ തല്ലാൻ പോയല്ലടാ, കൊതു. അവന്റെ ഒരു കൊതു. ഇങ്ങ് വന്നേ.
ശരി, എന്നാലും ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് ആരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞു. അപ്പൊ നീ അന്ന് എന്നെ ക്യാൻറ്റീനിൽ വെച്ച് നോക്കിയതോ? ആരെ നോക്കി? അപ്പൊ നീ എന്നെ അല്ല നോക്കിയേ? അല്ല, ഞാൻ രാരിഷിനെയാ നോക്കി. രാരിഷ്, ആ രജനി വാ ഇരിക്കൂ. അതെ, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. തന്നെ പോലെ ഡീസന്റും ഹെൽപ്പിംഗ് പേഴ്സണാലിറ്റി ഉള്ള ഒരാളിനെയാണ് ഞാൻ എൻ്റെ പാർട്ട്ണറായി നോക്കുന്നത്. എന്നെയോ? അതെ. എന്നാലും എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടു. എന്നെ തന്നെയാവോ? നമുക്ക് അങ്ങോട്ട് നടക്കാം. ഉം. അളിയ എന്ത് പറ്റിയടാ? അളിയാ, അവൾ എന്നെ അല്ലടാ നോക്കിയേ, അവളാ രാരിഷിനെയാ നോക്കിയത്. അവൻ മതിലും ചാരി നിൽക്കണ കണ്ടപ്പോഴേ തോന്നി പെണ്ണും കൊണ്ട് പോകുന്നു.